ഹലോ മുത്തുമണികളെ, ഞാൻ വീണ്ടും ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. ഇന്നലെ സിനാൻ്റെ വീഡിയോയിൽ ഒരു കമൻറ്റ് കണ്ടായിരുന്നു, മുത്തുവിന് ഷാജിയോട് ലവാണെന്ന്. അതെ, എനിക്ക് ലവാണ്, കാതൽ, പ്യാർ, മൊഹബത്ത് അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് ഏത് തരത്തിലാണെന്ന് ബാക്കിയുള്ളവർക്കെല്ലാം മനസ്സിലാവും. ആ കമൻ്റ് ഇട്ട ആളുടെ പേര് ഞാൻ പറയണില്ല. പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനും ഞാനായിട്ടായിരിക്കും അടുത്ത പ്രശ്നം. അപ്പോൾ എനിക്കത് വേണ്ട, എനിക്ക് താല്പര്യമില്ല. ഒരു വേശ്യനെ ഇപ്പോൾ പ്രശ്നത്തിലാണ്, ഒരു വേശ്യൻ്റെ കൂടെ ഇപ്പോൾ പ്രശ്നത്തിലായിട്ട് കിടക്കുകയാണ്, അത് വേറെ. പിന്നെ അതേപോലെ അവളുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നു ഇന്നലെ, തൊലിഞ്ഞ ലൈവ്. അവരുടെ ആ ഒരു ഇതില് കണ്ടോ, ഓരോരുത്തരുടെയും ഓരോ പേരും കമന്റ്സ് വരുമ്പോ തന്നെ മനസ്സിലാക്കാം അവരുടെ എന്താണ് അതിലുള്ള മാന്യത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പറയട്ടെ, നെഗറ്റീവ് പറയുന്ന ആൾക്കാർ. അപ്പം മനസ്സിലായില്ലേ, മാന്യതയുടെ കാര്യമാണ് ഇവള് പറയണത്. അതായത് മാന്യതയ്ക്ക് 1ാം റാങ്ക് വാങ്ങിയ അപ്പം ഷാജി അഥവാ യൂട്യൂബർ ഷാജി, അല്ലെങ്കിൽ വേശി എന്നും പറയും. നാട്ടുകാർ ഇപ്പോൾ കൂടുതലും അറിയപ്പെടുന്നത് വേശി എന്നാണ്. ഓക്കെ, പിന്നെ ഇവൾ ഈ ഡെയിലി വന്നിട്ട് പറയും കുട്ടികളുടെ എഡ്യൂക്കേഷൻ. അതെന്തോ ആയിക്കോട്ടെ, അതൊന്നും വിഷയമുള്ള കേസല്ല. ഞാൻ പറയാൻ വന്നത്, മുത്തുവിനും സിനാനും പേടിയായിട്ട് 5 മിനിറ്റ് വീഡിയോ ചെയ്തിട്ട് അവർ പേടിച്ച് പോവാന്നാണ് പറയണത്. അങ്ങനെ 5 മിനിറ്റ് ചെയ്യുന്നവർ മൊത്തം പേടി തൊണ്ടന്മാരാണെന്ന് പറയണു. എനിക്കറിയില്ല, കാരണം എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല അവളെ. എനിക്ക് പേടിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അവൾക്ക് കൊണ്ടുപോയി കേസ് കൊടുക്കില്ല. പിന്നെ അതേപോലെ ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലായിട്ട് വരും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഒരു പ്രശ്നത്തിന് താല്പര്യമില്ല. പക്ഷെ ഷാജിയായിട്ടുള്ള പ്രശ്നം ഞാൻ വിടാനും പോണില്ല. അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കി തീർക്കണ വരെ ഞാൻ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ അതേപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു. ഇപ്പോൾ ഷെരീഫ് MKDയുടെ വീട്ടിൽ പോയിട്ട് അവൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കി. ഇതിനൊന്നും പോലീസുകാരും ആരൊന്നും പറയണില്ല. എന്നിട്ട് അവൾ ഇപ്പോഴും ബസ് സ്റ്റാൻഡിലത്തെ വേശ്യകളെ പോലെ അഴിഞ്ഞാടി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോരാ, അതുക്കും മേലെ. അങ്ങനെയാണ് അവൾ കാട്ടിക്കൂട്ടുന്നത്. എന്താണ് മൊത്തത്തിൽ ഇവിടെ നടക്കണമെന്നാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. പടച്ചോനെ, കറുത്തു പോയല്ലോ. അപ്പോൾ ഷാജി കറുത്തുപോയി, എനിക്കൊരു ഷാജീസ് ബ്യൂട്ടി ക്രീം വേണം. അപ്പം ഞാൻ ഓർഡർ ചെയ്യാൻ നീ എന്നെ ബ്ലോക്കാക്കിയിട്ടിരിക്കുകയാണ്, അതൊന്ന് അൺബ്ലോക്ക് ആക്ക്. പിന്നെ അതേപോലെ മൂക്ക് ചൊറിയുക, ചുണ്ട് ചൊറിയുക, കവിള് ചൊറിയുക, തല ചൊറിയുക, അതേപോലെയൊക്കെ ഒന്ന് ചൊറിയണേ എനിക്ക്. നീ വേഗം ക്രീമൊന്ന് അയച്ചു വേണ്ട. ആ ക്രീമാണ് എല്ലാത്തിനും കാരണം, ഈ ചൊറിച്ചലിനൊരു കാരണം. ക്രീം, എല്ലാം കൊണ്ടും ക്രീം വാങ്ങൂ, തേക്കൂ, ക്യാൻസർ വന്ന് ചാവൂ. അപ്പോൾ ഇനി ഞാൻ ലോങ് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞാലും പറയണ്ട. ലോങ് വീഡിയോ ഇടാൻ എനിക്ക് പറ്റില്ല. വേറെ ഒന്നും കണ്ടല്ല, അതിൻ്റെ ഒരു കാരണം ഞാൻ പിന്നെ പറയാം. ഇപ്പോൾ കുറച്ച് തിരക്കിലാണ്. നമ്മൾ ഷാജിനെ പോലെ അല്ലല്ലോ, നമ്മൾ വേറൊരു റൂട്ടിൽ ഓടുന്ന ആളല്ലേ. അതുകൊണ്ട് നമുക്ക് ഫോണിലൊന്നും വല്ലാണ്ട് നോക്കാനുള്ള ടൈം കിട്ടും തോന്നിയില്ല. ഇനി കിട്ടുന്ന ടൈമിൽ ഞാൻ വരും ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓക്കെ മുത്തുമണികളെ, ബൈ. ഇനി ഇതിനാരെങ്കിലും പൊങ്കാലിട്ട് വരികയാണെങ്കിൽ റീപ്ലൈ ഞാൻ തരില്ല. ഷാജി വന്നാൽ ഞാൻ തരും.